അപ്പോൾ അതിൽ ഞാൻ മുമ്പേ പറഞ്ഞു നമുക്ക് 3 ലെവൽസാണ് ACCക്ക് ഉള്ളത്, നോളജ് ലെവൽ, സ്കിൽ ലെവൽ ആൻഡ് പ്രൊഫഷണൽ ലെവൽ. അപ്പം ഇതിൽ എക്സാം വിൻഡോസ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഈ നോളജ് ലെവൽ വരുമ്പോഴത്തേക്കും നമുക്ക് എക്സാംസ് ഓൺ ഡിമാൻഡ് എക്സാംസാണ്. ഓൺ ഡിമാൻഡ് എക്സാംസ് എന്ന് പറഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു പേപ്പർ പഠിച്ചു കഴിഞ്ഞു, ഇപ്പം ഫസ്റ്റ് പേപ്പർ BT എന്ന് പറഞ്ഞ പേപ്പർ നിങ്ങൾ ഫുൾ പഠിച്ചു, നിങ്ങൾ പ്രിപ്പയർ ചെയ്തു, നിങ്ങൾ എക്സാമിന് റെഡിയാണ്. അപ്പം എനി ടൈം എനി ഡേ നിങ്ങൾക്ക് പോയിട്ട് എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റും. അവൈലബിലിറ്റി നോക്കിയിട്ട് CB സെൻറ്റേഴ്സിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നാളെ വേണമെങ്കിൽ പോയിട്ട് ബുക്ക് ചെയ്തിട്ട് എക്സാം എഴുതാൻ പറ്റും. അതിനാണ് ഓൺ ഡിമാൻഡ്, നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അതിനാണ് ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറയുന്നത്. ഈ നോളജ് ലെവലിലെ പേപ്പേഴ്സ് എല്ലാം ഓൺ ഡിമാൻഡ് എക്സാം ആണ്. നെക്സ്റ്റ് സ്കിൽ ലെവൽ. സ്കിൽ ലെവലിൽ ഒരു പേപ്പർ ഒഴിച്ചു, അതായത് ആദ്യത്തെ പേപ്പർ ലോ, അതൊഴിച്ച് ബാക്കി എല്ലാ പേപ്പേഴ്സും സെഷൻ വൈസ് എക്സാം ആണ്, സെയിം ആസ് പ്രൊഫഷണൽ ലെവൽ. ഈ സ്കിൽ ലെവലിലെ പേപ്പേഴ്സും പ്രൊഫഷണൽ ലെവലിലെ പേപ്പേഴ്സും നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാം അല്ല, നമുക്ക് സെഷൻ വൈസ് എക്സാം ആണ്. ഇയർലി നമുക്ക് 4 വിൻഡോസ് ആണുള്ളത്, മാർച്ച്, ജൂൺ, സെപ്റ്റംബർ ആൻഡ് ഡിസംബർ. ഈ ഒരു ടൈമിൽ മാത്രമാണ് നമുക്ക് ഈ സ്കിൽ ലെവലും പ്രൊഫഷണൽ ലെവലും എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ നോളജ് ലെവലിലെ പോലെ നമ്മൾ ഓൺ ഡിമാൻഡ് എക്സാംസ് അല്ല. ഈവൻ ഇഫ് യു ആർ റെഡി വിത്ത് ദി പേപ്പർ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കോൺഫിഡൻ്റ് ആണെങ്കിലും നമുക്ക് സെഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ മാർച്ച്, ജൂൺ, സെപ്റ്റംബർ ആൻഡ് ഡിസംബർ എന്നീ ഒരു സെഷൻസിലായിരിക്കും ഡേറ്റ്സും അവർ തരും. ആ ഡേറ്റ്സിലായിരിക്കും നമുക്ക് എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക. അല്ലാതെ നോളജ് ലെവലിലെ പോലെ നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാംസ് അല്ല സ്കിൽ ലെവൽസിലും പ്രൊഫഷണൽ ലെവൽസിലും വരുന്നത്.